അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീക്കും അവ്വലം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അല്ലാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം എന്നാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ കേവല വിശ്വാസമോ കേവല ചില അനുഷ്ഠാനങ്ങളിൽ പരിമിതമോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിപൂർണമായിട്ടുള്ള ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അതിൻ്റേതായ നിർദ്ദേശങ്ങളും മാർഗദർശനങ്ങളുമുണ്ട്. അവയെല്ലാം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നമ്മൾ 2 ആഴ്ചയായി പറഞ്ഞു വന്നത് സൽക്കർമ്മങ്ങളുടെ ഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു. അതേപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ ശീലിക്കേണ്ടുന്ന നല്ല ശീലങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 208-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ കീഴ്വണക്കത്തിലേക്ക് പൂർണ്ണമായും പ്രവേശിച്ചുകൊള്ളുക. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷമായ ശത്രുവാകുന്നു. സിൽമിലേക്ക് അഥവാ കീഴ്വണക്കത്തിലേക്ക് പൂർണ്ണമായും നിങ്ങൾ പ്രവേശിക്കണമെന്ന് പറഞ്ഞതിന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് ഫിസ്സിൽമി കാഫ അയ്യു ജമീഇൻ ശറാഇഉൽ ദീൻ വലാ യത്റുകു മിൻഹാ ഷൈഅൻ. ഇമാം സഅദി പറഞ്ഞതാണ്, ശരീഅത്തിന്റെ എല്ലാ നിയമവശങ്ങളും അതിലൊന്നുപോലും നിങ്ങൾ ഒഴിവാക്കരുത്, പൂർണ്ണമായും അതിൽ പ്രവേശിക്കണം. ഇബ്നു കസീർ പറയുന്നത് അൽ ഇസ്ലാം, സിൽമ എന്ന് പറയുന്നത് ഇസ്ലാം എന്നാണ്. അപ്പോൾ ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായും പ്രവേശിക്കണം. ഇമാം തൊബരി പറയുന്നത് ദുഖുലു ഫിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായും പ്രവേശിക്കുക. കുറേ കാര്യങ്ങൾ നമ്മൾ ഇസ്ലാമികമായി കർശനമായി നമ്മൾ ചെയ്യുന്നു. അതിൽ നമ്മൾ വളരെ കൃത്യനിഷ്ഠയും ശ്രദ്ധയുമുള്ളവരാണ്. എന്നാൽ മറ്റു ചില മേഖലകളിൽ നമുക്കത്രയും കൃത്യയും ശ്രദ്ധയുമില്ല. അത് എങ്ങനെയും ആയിക്കൊള്ളട്ടെ എന്നതാണ് നമ്മുടെ വിചാരമെങ്കിൽ അതൊരു ഇസ്ലാമിക ജീവിതത്തിന് ശരിയല്ല എന്നതാണ് ആയത്തിലൂടെ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാത്ത വണ്ണം അള്ളാഹു പറഞ്ഞു വച്ചത്. ഞാൻ ആമുഖമായി ഓതിക്കേൾപ്പിച്ച വചനം ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറ ഇസ്രായിലെ 36-ാമത്തെ വചനമാണ്.
ആ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നു, വലാ തഖുഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, അറിവില്ലാത്ത യാതൊരു കാര്യത്തിന്റെയും പിന്നാലെ നീ പോകരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ, തീർച്ചയായും കേൾവിയും കാഴ്ചയും ഹൃദയവുമൊക്കെ, ഉലായിക കാന അൻഹു മസ്ഊല, എന്നിവയെ സംബന്ധിച്ചെല്ലാം നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ആയത്തുകൾ തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തനിക്കായി അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ അവയവങ്ങളും ഓരോന്നും എന്തിനാണ് ഉപയോഗിച്ചത് എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ സമാധാനം ബോധിപ്പിക്കേണ്ടതായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊന്നും തൻ്റേതായ തന്നിഷ്ടങ്ങളെ പിൻപറ്റി മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമല്ല എന്നതാണ് ഈ ആയത്തുകളൊക്കെ തന്നെയും പറഞ്ഞു തരുന്നത്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസിയുടെ മേഖല എന്ന് പറയുന്നത് അയാളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അന്വേഷിച്ച കൂട്ടത്തിൽ അവർ പറയുന്ന മറുപടി ഖുർആനായിരുന്നു എന്നതാണ്. ഖുർആൻ നിർദ്ദേശിച്ച എല്ലാ നല്ല കാര്യങ്ങളും പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഖുർആൻ വിരോധിച്ചത് പ്രവാചകൻ ജീവിതത്തിൽ കടന്നു വരാൻ സമ്മതിച്ചിട്ടില്ല. ഏറ്റവും പ്രവാചകനെ അടയാളപ്പെടുത്തി പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ സ്വഭാവ സവിശേഷത തന്നെയാണ്. പ്രവാചകൻ ആ നാട്ടുകാരുടെ എല്ലാവരുടെയും മനസ്സിനെ കീഴടക്കിയിരുന്നു. ശത്രുക്കളും മിത്രങ്ങളും എല്ലാം പ്രവാചകനെ അല്ലമീൻ എന്ന് വിളിച്ചു വന്നു. അതേപോലെ തന്നെ പ്രവാചകന്റെ സ്വഭാവത്തിൽ അവർക്കാർക്കും ഒരു സംശയമോ പരാതിയോ ഉണ്ടായിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്കിങ്ങനെ വായിക്കാം. അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ പറഞ്ഞതായി മഹദി പറയുകയാണ്, ഇന്ന റജുല ലയുദ്രികു ബിഹുസ്നിൽ ഹുൽഖ് ദറജത്ത് സായിമിൽ ഖായിം, ഒരു മനുഷ്യന് അവൻ്റെ സ്വഭാവ സവിശേഷത കൊണ്ട് നിന്ന് നമസ്കരിക്കുന്നവൻ്റെ, രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നവൻ്റെയും പകലിൽ നോമ്പ് നോക്കുന്നവൻ്റെയും ദർജ ലഭിക്കുന്നതാണ്, പദവി ലഭിക്കുന്നതാണ്. ആരാധനകൾ കൊണ്ട് ലഭിക്കുന്ന പദവികൾ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ കൊണ്ട് ലഭിക്കുമെന്നാണ് പറഞ്ഞത്. അതേ പ്രവാചകൻ പറഞ്ഞു, സ്വഭാവം മോശമായ ഒരാളുടെ കാര്യം ആരാധനയിലൂടെ നേടിയെടുത്തതെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ അത് മതിയാകുമെന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ് നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടതും മാറ്റം വരുത്തേണ്ടതും? അത് നമ്മുടെ സ്വഭാവത്തിലാണ് എന്ന് നമുക്ക് ഈ വചനങ്ങളെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. പ്രവാചകൻ തന്നെ സംബന്ധിച്ച് പ്രവാചകൻ പറയുന്നത്, ബുഇസ്തു ലി ഉത്തമ്മിമ മക്കാരിമൽ അഖ്ലാഖ്, നല്ല സ്വഭാവങ്ങളുടെ സവിശേഷമായ സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണമാണ് എൻ്റെ നിയോഗം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. തൻ്റെ നിയോഗത്തെ പ്രവാചകൻ സ്വഭാവ മഹിമയുമായി ചേർത്ത് ബന്ധിക്കുകയാണ്. ഇപ്പൊ ജീവിതം എന്ന് പറയുന്നത് നമ്മെ ഒരാൾ മനസ്സിലാക്കുന്നത്, ഒരാളെ നമ്മൾ മനസ്സിലാക്കുന്നതൊക്കെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചേലും ചൊറുക്കുമൊക്കെ നോക്കിയിട്ടല്ല. അതൊക്കെ പ്രഥമ ദൃഷ്ടിയിൽ കാണുന്ന ഒരു ആകർഷകം മാത്രമാണ്. ഒരാളെ ഉൾക്കൊള്ളുന്നത് അയാളുടെ സ്വഭാവം കൊണ്ടാണ്. ഖുർആൻ പ്രവാചകന്റെ സ്വഭാവത്തെ സാക്ഷിയാക്കി പറയുന്നുണ്ട്. 3-ാമത്തെ അധ്യായം സൂറ ആല ഇമ്രാനിലെ 189-ാമത്തെ വചനം, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, പടച്ചവനിൽ നിന്നുള്ള കാരുണ്യം കൊണ്ട്, ലിൻതലഹും, താങ്കൾ അവരോട് ഏറെ സൗമ്യനായിരിക്കുന്നു. പ്രവാചകൻ അനുയായ വൃന്ദത്തോട് വളരെ സൗമ്യനായിരുന്നുവെന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തുകയാണ്. വലൗ കുന്ത, താങ്കളെങ്ങാനും ആയിരുന്നുവെങ്കിൽ, ഫല്ലൻ വലിയൽ കൽബ്, വളരെ കടുത്തു പറഞ്ഞ അല്ലെങ്കിൽ വളരെ കഠിന ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നുവെങ്കിൽ, ലൻ ഫല്ലു മിൻ ഹൗലിക്, അവരെല്ലാം താങ്കളുടെ ചുറ്റിൽ നിന്ന് പണ്ടേ പിരിഞ്ഞു പോകുമായിരുന്നു. പ്രവാചകനിലേക്ക് സമൂഹം ആകർഷിക്കപ്പെട്ടത് പ്രവാചകന്റെ സ്വഭാവ സവിശേഷതകൾ കൊണ്ടായിരുന്നുവെന്ന് ഈ വചനങ്ങളെല്ലാം തന്നെയും കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ സ്വഭാവം ആർക്കിഷ്ടപ്പെടും? നമുക്ക് തന്നെയും പലപ്പോഴും നമ്മൾ ചെയ്തു പോയതും പറഞ്ഞു പോയതുമായ കാര്യങ്ങൾ ആലോചിച്ചാൽ വേണ്ടിയിരുന്നല്ലോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്ന ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ
ജീവിതത്തിൽ കാര്യമായി നമ്മൾ പണിയെടുക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അവനവനെ മെരുക്കുക എന്നതാണ്. ഞാൻ എന്നെ മെരുക്കുക എന്നതാണ്. എൻ്റെ ശത്രുവിനെ മെരുക്കുന്നതിനേക്കാൾ എനിക്ക് തീവ്രമായ പരിശീലനം ആവശ്യമുള്ളത്, ഞാൻ കാര്യമായി പണിയെടുക്കേണ്ട മേഖല എന്ന് പറയുന്നത് എന്നെ മെരുക്കലാണ്. എൻ്റെ വേണ്ടാധീനങ്ങളെ, എൻ്റെ ഇച്ഛകളെ, എൻ്റെ സ്വകാര്യമായ താല്പര്യങ്ങളെയൊക്കെ മാറ്റിയെടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒരു വലിയ യുദ്ധം കഴിഞ്ഞ ശേഷം പ്രവാചകൻ പറയുന്നുണ്ട്, ആ യുദ്ധത്തിൻ്റെ മുറിവുകളൊക്കെ ഉണങ്ങുന്നതിന് മുമ്പായി അവരോട് പറയാ പ്രവാചകൻ, ഇതിലും വലിയൊരു യുദ്ധത്തിന് നിങ്ങൾ തയ്യാറായിക്കൊള്ളുക എന്ന്. കേട്ട സ്വഹാബിമാർ പരസ്പരം അങ്ങുമിങ്ങും നോക്കുന്നുണ്ട്. അവർ ഒരു യുദ്ധത്തിൻ്റെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്നതിന് മുമ്പ് മറ്റൊരു യുദ്ധത്തിലേക്ക് പ്രവാചകൻ ആഹ്വാനം ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ വിശദീകരിച്ചു, ആ യുദ്ധം നിങ്ങളോട് ചെയ്യേണ്ടതാണ്. എന്നാലോചിച്ച് നോക്കുക, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മൾ രാവിലെ നമ്മുടെ കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ തിരിച്ച് വീണ്ടും ആ കിടപ്പറയിലേക്ക് അള്ളാഹു നമ്മെ എത്തിച്ചാൽ അതുവരെ ചെയ്യേണ്ട എത്രയെത്ര ഉത്തരവാദിത്തങ്ങൾ, എത്രയെത്ര നല്ല ശീലങ്ങളുണ്ട്. അവിടെയൊക്കെയും ഒരു മാതൃകയായി എനിക്ക് വരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. സുബഹിക്ക് എത്ര പേര് പ്രഭാതത്തിൽ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഉണരുന്നവരുണ്ട്. പലപ്പോഴും മുസ്ലിം വരേണ്യവർഗം അല്ലെങ്കിൽ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ അഭിവൃദ്ധിയുള്ള ആളുകളൊക്കെ ഒരു 8 മണി 7 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉണരുകയുള്ളൂ. അതവർ ഉണരുകയുള്ളൂ എന്നുള്ളത് അവരുടെ സ്വകാര്യതയാണ് എങ്കിൽ അതൊരാളോട് പറയാനും അവർക്ക് യാതൊരു മടിയുമില്ല. അതൊക്കെ ഒരു സ്റ്റാറ്റസായി മാറിപ്പോവുകയാണ്. നമ്മൾ എന്താണ് എന്ന് പോലും നമ്മൾ തിരിച്ചറിയാതെ ഓരോ പള്ളികളിലെയും മുസ്ലിങ്ങളുടെ സുബ്ഹി ജമാഅത്തിന്റെ കണക്കെടുത്ത് നോക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ സാധ്യതയുള്ളത്, ഉണ്ടാവേണ്ടത് സുബ്ഹി ജമാഅത്തിനാണ്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, വളരെ ചുരുക്കം ചില പള്ളികൾ ഒഴിച്ചു നിർത്തിയാൽ നമ്മുടെ പരിചയത്തിൽ മറ്റനേകം കൂടുതലായിട്ടുള്ള പള്ളികളിലും സുബ്ഹിക്ക് ആളുകളുടെ എണ്ണം വളരെ പരിമിതമാണ് എന്നതാണ്. എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്? കിടന്നുറങ്ങുന്നവരെ വിളിച്ചുണർത്താൻ ആളില്ല. ഉണർന്ന ആൾക്കും അങ്ങനെ ഒരു താല്പര്യമില്ല. സ്വന്തം മക്കളെയാണ് എങ്കിലും വിളിച്ചുണർത്തുക എന്നത് മതപരമായ നല്ലൊരു ശീലമാണ് എന്നും പ്രവാചകന്റെ ചര്യക്കനുസൃതമാണ് എന്നും കൃത്യമായി നമ്മൾ പഠിക്കുകയോ നമ്മളത് പകർന്നു കൊടുക്കുകയോ ചെയ്യുന്നില്ല. പ്രവാചകൻ മകളെ വിളിച്ചുണർത്തുകയാണ്. അള്ളാഹു ഓരോ പുലരിയിലും തൻ്റെ ദാസന്മാർക്ക് ചെയ്തു വെച്ച അനുഗ്രഹങ്ങളെ കാണാൻ തുടർന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ഖുർആനിലെ തന്നെ 20-ാമത്തെ അധ്യായം സൂറ ത്വാഹയിലെ 132-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഉമുർ അഹ്ലക ബിസ്സലാ, നീ നിന്റെ കുടുംബത്തോട് നമസ്കാരത്തെ കൊണ്ട് കൽപ്പിക്കണം. വസ്തബിർ അലൈഹ, ആ കൽപ്പനയിൽ നീ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കണം. അതിനെ കൽപ്പിക്കുമ്പോൾ ക്ഷമാപൂർവം, ശത്രുവല്ലല്ലോ, നമ്മുടെ ഭാര്യയും മക്കളും അല്ലേ, അല്ലെങ്കിൽ ഭർത്താവും മക്കളും അല്ലേ, പിന്നെ എന്തിനാണത് പറയുന്നത്? അങ്ങനെ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അനുസ്യൂതമായി പോകേണ്ട ഒരു പ്രക്രിയയാണ്. ഏതെങ്കിലും ഒരു സീസണിലൊരു മാസം പറഞ്ഞ് ഒഴിവായി പോകേണ്ട ഇടപാടല്ല അത്. അതുകൊണ്ട് തന്നെ ഇവർ ഈ കൃത്യമായ റൂട്ടിലേക്ക് വരുവോളം നീ ആ വിളിയിൽ ഒരു പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. ക്ഷമാപൂർവ്വം നിന്നുകൊണ്ട് നീ അവരെ വിളിച്ചുണർത്തേണ്ടതുണ്ട്. സുബഹിന്റെ ഫളായിലുകൾ പറയുന്നിടത്ത് ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അൻ ബുറൈദ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ബശ്ശിറുൽ മശാഈന ഫിൽ ളുലമി ഇലൽ മസാജിദി ബിന്നൂരി താമ്മത്തി യൗമൽ ഖിയാമ. രാത്രിയുടെ അന്ധകാരത്തിൽ പുലർച്ചെ ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ പുനരുദ്ധാന നാളിൽ അയാളുടെ ജീവിതത്തിൽ അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമെന്നുള്ളതാണ്. പരലോകത്തിരുട്ട് വന്നെ വകവച്ചു മാറ്റി പ്രകാശത്തിൻ്റെ ആളുകളായി വരുന്ന ആളുകൾ സുബഹിയിൽ ജമാഅത്തിൽ വളരെ താല്പര്യപൂർവ്വം പങ്കെടുക്കുന്നവരാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇൻ അസ്കല സ്വലാത്തു അലൽ മുനാഫിഖീൻ
സലാത്തുൽ ഇഷ വ സലാത്തുൽ ഫജ്ർ. മുനാഫിക്കുകൾ ഇഷയുടെയും അതേപോലെ തന്നെ സുബഹിയുടെയും പ്രാധാന്യം, അതിൻ്റെ കനം, അതിൻ്റെ ഭാരം അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം അറിഞ്ഞിരുന്നുവെങ്കിൽ വലൗ യഅലമൂന മാ ഫീഹിമാ റഅയ്തുഹുമാ വലൗ ഹബൗ, അവർ മുട്ടിലിഴിഞ്ഞിട്ടാണെങ്കിലും സുബഹിക്കും അതേപോലെ ഇശായിനുമൊക്കെ പള്ളിയിലേക്ക് എത്തുമെന്ന് പറയുകയാണ്. അത്രമേൽ പ്രാധാന്യമുണ്ട്, പ്രതിഫലാർഹമാണ് ഈ സുബഹി നമസ്കാരം എന്ന് പറയുക. അപ്പം നല്ല ശീലം തുടങ്ങേണ്ടത് ഓരോ കുടുംബത്തിലും ഏറ്റവും രാവിലെ എഴുന്നേൽക്കുക എന്നതാണ്. ഒരാളുടെ സൗഭാഗ്യങ്ങൾ പറയുന്നിടത്ത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് നല്ല സദ്വൃത്തയായിട്ടുള്ള സ്വാലിഹത്തായ ഇണയുണ്ടാവുക എന്നതാണ്. അത് പെണ്ണുങ്ങളെ മാത്രം ഉദ്ദേശിച്ചല്ല, പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പങ്കാളികളായ ഭർത്താക്കന്മാരും. അങ്ങനൊരു അവസ്ഥ എന്ന് പറയുന്നത് ദുനിയാവിൽ ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ്. എന്താണ് ഇപ്പോൾ അവർ ചെയ്യാൻ പോകുന്ന കാര്യം? ആ പറയുന്നിടത്ത് പറയുന്നുണ്ട്, രാവിലെ വിളിച്ചുണർത്തുമെന്ന് പറയുക. വിളിച്ചിട്ടും ഉണരാത്ത തൻ്റെ പ്രിയതമൻ്റെ മുഖത്തവൾ വെള്ളം തളിക്കുമെന്ന് പറയാം. എന്നാലോചിച്ച് നോക്കൂ. അങ്ങനെയൊക്കെ ഒരു സാലിഹത്താകാൻ അതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി നിർവഹിക്കാൻ കഴിയുന്നവർ എത്രയുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ശുചിത്വമാണ്. വീടും പരിസരങ്ങളൊക്കെ ഏറ്റവും വില കൂടിയതും മുന്തിയതുമായിട്ടുള്ള ഫർണിച്ചറുകളും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും എത്ര കണ്ട് വൃത്തിയുണ്ട് എന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് നമ്മുടെ പരിസരങ്ങൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം ശുദ്ധമാകുന്നത് പോലെ തന്നെ പരിസരങ്ങളുടെ വൃത്തിയും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇടങ്ങേറാകുന്നത് അവനവൻ്റെ മാലിന്യങ്ങൾ കൊണ്ടാണ്. തനിക്കെല്ലാം നല്ലതാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപരന് ദൂഷ്യമായി ഒന്നും വരാൻ ആഗ്രഹിക്കാൻ പാടില്ല. ഇസ്ലാമിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടാണ്. തനിക്ക് നല്ലതായ ഏതൊരു സംഗതിയും തൻ്റെ സഹോദരനും നല്ലതായിരിക്കണമെന്ന് ആഗ്രഹിക്കുക എന്നതാണ്. വീട്ടിൽ ആവശ്യമില്ലാത്ത സംഗതികളൊക്കെ റോഡിൻ്റെ വക്കിൽ കൊണ്ട് തള്ളുകയാണ്. ഇമാത്തത്തുൽ അദാനി ത്വരീഖ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈമാനിൻ്റെ ഒരു ശാഖയാണ് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയ മുഅ്മിൻ എങ്ങനെയാണ് കോഴിയെ തിന്നിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ കെട്ടുകെട്ടി റോഡ് വക്കിൽ കൊണ്ട് തള്ളാൻ കഴിയുക? അതിനെ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ പോലും ശിക്ഷയിൽ വല്ല കുറവുണ്ടാവുമോ? അത് ജലാശയങ്ങളിലേക്ക് കൊണ്ടുപോയി തള്ളുന്ന ആളുകളെ ആലോചിച്ച് നോക്കുക. വളരെ ഗൗരവമാണ് ഈ പറയുന്നതൊക്കെയും. നമ്മളുടെ നല്ല ശീലങ്ങൾക്ക് പകരം ദുശ്ശീലങ്ങൾ കടന്നു വരികയാണ്. നമ്മൾ നേരത്തെ ചെയ്തു വന്ന പരിപാടി അതാണ്. അതുകൊണ്ട് നമ്മളതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അത്തഹൂറു ശത്രുൽ ഈമാൻ, വിശ്വാസത്തിൻ്റെ നേർപകുതിയാണ് ശുദ്ധി എന്ന് പറയുന്നത്, വൃത്തി എന്ന് പറയുന്നത്. 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 222-ാമത്തെ വചനത്തിന്റെ അവസാനം അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. വയുഹിബ്ബുൽ മുത്തതഹിരീൻ, അതേപോലെ തന്നെ വൃത്തിയുള്ളവരെയും ജീവിതത്തിൽ വൃത്തി പാലിക്കുന്നവരെയും അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിൻ്റെ ആരാധനാലയങ്ങൾ പടച്ചവന് വേണ്ടി ആരാധിക്കുന്നതിന് വേണ്ടി പണിതുയർത്തിയിട്ടുള്ള ആ ഭവനങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് 9-ാമത്തെ അധ്യായം സൂറ തൗബയിലെ 108-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഫീഹി റിജാലുൻ, ഇവിടെ ചില ആൾക്കാരുണ്ട്, യുഹിബ്ബൂന അൻ യതതഹറു, പരിശുദ്ധരായിരിക്കാൻ വിശുദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണവർ. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, വിശുദ്ധി പ്രാപിക്കുന്നവരെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ശുദ്ധിയായിരിക്കുക, അവനവൻ ശുദ്ധിയായിരിക്കുക എന്നതുപോലെ തന്നെ നമ്മുടെ പരിസരങ്ങളും ശുദ്ധിയായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഖുർആനിലെ 74-ാമത്തെ അധ്യായം സൂറ മുദ്ദസ്സിറിന്റെ 4-ാമത്തെ വചനം, പ്രവാചകനെ പ്രബോധനത്തിനായി അള്ളാഹു പറഞ്ഞയക്കുകയാണ്. ആ പറഞ്ഞയക്കുന്ന കൂട്ടത്തിൽ ഒരു വചനം ഇങ്ങനെയാണ്, വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രം നീ വൃത്തിയാക്കുക എന്നത്. അതെത്രമേൽ തലതിരിഞ്ഞു പോയി എന്ന് ആലോചിച്ച് നോക്കൂ. മുറുക്കി തുപ്പി ദേഹത്തുകൂടെ മാലിന്യങ്ങളൊക്കെ ഒഴുക്കിയ ആളുകൾ പുതിയ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്.
അങ്ങനെയാണ് സമൂഹം തെറ്റിദ്ധരിക്കുന്നത്. തൻ്റെ പ്രവാചകനോട് പോലും വസ്ത്രം വൃത്തിയാക്കി ധരിച്ചതിന് ശേഷം ആളുകളോട് പോയി ഉപദേശിക്കാൻ പറയുകയാണ്. അപ്പൊ ഈ വൃത്തി എന്ന് പറയുന്നത്, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ, അതൊക്കെ മനസ്സിന്റെ ഏറ്റവും നല്ല വൃത്തിയാണ്. ആ വൃത്തി നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ദേഹവും അതേപോലെ തന്നെ വസ്ത്രവും പരിസരവും ഒക്കെ നന്നാക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നതാണ്. ആ രീതിയിൽ ശുദ്ധിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് യാതൊരു മര്യാദയും ഇല്ലാത്തവരായി മുസ്ലിങ്ങൾ മാറിപ്പോകില്ലേ? ഭക്ഷണശാലകൾ അല്ലെങ്കിൽ ഭക്ഷണം വിൽക്കുന്ന കടകൾ, ഹോട്ടലുകൾ എത്രയെങ്ങാനുമാണ് വർദ്ധിച്ചു വന്നത്. ആ ഇടപാട് ചെയ്ത ആൾക്കാർ മോശം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മുടെയൊക്കെ അടുക്കളയിലെ ജോലികൾ വല്ലാതെ കുറഞ്ഞിരിക്കുന്നു എന്നതാണ്. സന്ധ്യയാകുമ്പോൾ എല്ലാവരും കുടുംബസമേതം ഇറങ്ങി അതൊരു ശീലമായി വരികയാണ്. വരേണ്യവർഗങ്ങളിലും മാത്രമല്ല, മധ്യമ സമൂഹം കൂടി, മിഡിലായിട്ട് നിൽക്കുന്ന ആളുകൾ പോലും അത്തരം ഒരു പ്രവണതയ്ക്ക് കീഴൊതുങ്ങി വരുന്നു. ആവശ്യമുള്ളതിലധികം വാങ്ങുക, വാങ്ങിയതിൽ ഒരല്പം മാത്രം കഴിക്കുക, ഏറ്റവും കൂടുതൽ വേസ്റ്റാക്കി കളയുക. അതൊന്നും ഒരു വിശ്വാസിക്ക് ഒരിക്കലും അനുവദിക്കപ്പെടുന്ന കാര്യമല്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഭാഗമെന്ന് പറയുന്നത് ഇതെല്ലാം അല്ലാഹ് നാളെ നിങ്ങളോട് ചോദ്യം ചെയ്യുമെന്നുള്ളതാണ്. സുമ്മലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഖുർആനിലെ 102-ാമത്തെ അധ്യായം തകാസുർ എന്ന അധ്യായത്തിന്റെ അവസാന ഭാഗമാണ് പറഞ്ഞത്. ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ആസ്വാദ്യങ്ങളെ സംബന്ധിച്ചും സുഖങ്ങളെ സംബന്ധിച്ചും നാളെ അല്ലാഹു ചോദിക്കുമെന്നതാണ്. അതുകൊണ്ട് കളഞ്ഞൊരു വ്യക്തിനെ പറ്റി സമാധാനം ബോധിപ്പിക്കാതെ പോകാൻ കഴിയില്ല എന്നതാണ്. ഭക്ഷണകാര്യങ്ങളിൽ 2-3 മര്യാദകൾ അതിൻ്റെ മൗലിക വശങ്ങളാണ്, അടിസ്ഥാനങ്ങളാണ്. അത് പാലിക്കണമെന്നുള്ളതാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, ഹലാലും ത്വയ്യിബുമായത് നിങ്ങൾ ഭക്ഷിക്കുക. 2 നിബന്ധനകളാണ് അവിടെ പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ കഴിക്കുന്നത് ഹലാലായിരിക്കണം എന്നതാണ്. ഹലാല് വസ്തു തന്നെയും ഹലാലായിരിക്കണം. രണ്ടാമത്തൊരു ഭാഗം, അത് ലഭിച്ചതും ഹലാലിലൂടെ ആയിരിക്കണം. വസ്തു ഹലാല് മാത്രമേ നമ്മൾ കഴിക്കാറുള്ളൂ, പക്ഷെ ലഭിച്ചത് പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല. ഇത് മറ്റൊരുവന്റെ വിഹിതത്തിൽപ്പെട്ടതാണോ, അനധികൃതമായിട്ടാണോ ലഭിച്ചത്? പലപ്പോഴും സർക്കാർ മുതലുകളൊക്കെ എടുക്കുന്നിടത്ത് സർക്കാർ നമ്മുടെയല്ലേ എന്ന രീതിയിൽ പോലും ആയിപ്പോകാറുണ്ട്. പൊതുമുതലുകൾ അപഹരിക്കുന്നിടത്ത് അത് വലിയ നിയമപ്രശ്നമൊന്നും ഇല്ലാത്തതാണ് എങ്കിൽ പ്രശ്നമൊന്നുമില്ല, അതൊന്നും പരലോകത്ത് ചോദ്യമില്ല എന്ന രീതിയിൽ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. അതൊന്നും വിശ്വാസിക്ക് പാടില്ല എന്നതാണ്. അള്ളാഹു അനുവദിച്ചതായിരിക്കണം. രണ്ടാമത് പറഞ്ഞത് ത്വയ്യിബായിരിക്കണം എന്നതാണ്. ഹലാലുകളെല്ലാം തന്നെയും ത്വയ്യിബായി കൊള്ളുന്നില്ല. ചിലത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായി തീരാവുന്ന സംഗതികൾ ത്വയ്യിബല്ലാത്തതാണ്, കേടുവന്നത്. അതേപോലെ തന്നെ കൃത്രിമമായ വർണ്ണക്കൂട്ടുകളുള്ള ഭക്ഷണങ്ങൾ, അതിനൊക്കെ പ്രത്യേകമായി ആളുകൾക്ക് പുതിയ ട്രെൻഡുണ്ടായി വരികയാണ്. നമ്മളൊക്കെ അതിൻ്റെ ആളുകളായി മാറുകയാണ്. ഇത്തരം ഭക്ഷ്യവസ്തുക്കൾക്ക് നമ്മൾ അഡിക്റ്റായി തീരുമ്പോൾ നമുക്ക് പോലും തിരുത്തപ്പെടാൻ കഴിയാത്തത്രയും മാരകമായ രോഗങ്ങളുടെ ആളുകളായി നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. അപ്പം മൗലികമായിട്ടുള്ള 2 വശം എന്ന് പറഞ്ഞതാണ്. ഒന്ന്, നിങ്ങൾ കഴിക്കുന്നത് ഹലാലായിരിക്കണം. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം മക്കൾ നന്നാവാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹലാല് കൊടുക്കണം എന്നതാണ്. ഹലാലല്ലാത്ത ഭക്ഷണം കഴിക്കുന്നവന്റെ ശരീരം നരകവുമായി ഏറെ ബന്ധമുള്ളതാണ് എന്നതാണ്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് മിതമായി കഴിക്കുക എന്നത്. ഒരു മിതമായ ഒരു രീതി എല്ലാ കാര്യങ്ങളിലും വിശ്വാസികൾ അനുവർത്തിക്കണം. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നിടത്തും അങ്ങനെ ഉണ്ടാകണം. ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറ ത്വാഹയിലെ 81-ാമത്തെ വചനം, കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും വലാ തത്ഗൗ ഫീഹി ഫയഹില്ല അലൈക്കും ഗളബി വമൻ യഹ്ലിൽ അലൈഹി ഗളബി ഫഖദ് ഹവാ. ഞാൻ നിങ്ങൾക്ക് തന്ന വിശിഷ്ടമായതിൽ നിന്ന്
നിങ്ങൾ തിന്നുകൊള്ളുക. വലാ തത്വവും, നിങ്ങൾ അതിര് കവിയരുത്. അങ്ങനെ അതിര് കവിയുകയാണ് എങ്കിൽ ഫയഹില്ല അലൈക്കും ഗളബി, എൻ്റെ കോപം നിങ്ങളുടെ മേൽ ഇറങ്ങുന്നതാണ്. വമൻ യഹ്ലിൽ അലൈഹി ഗളബി, എൻ്റെ കോപം ആരുടെ മേലാണോ ഇറങ്ങുന്നത് ഫഖദ് ഹവ, അവൻ തീർച്ചയായും നാശത്തിൽ പതിച്ചു. നമ്മൾ അഭിമുഖീകരിക്കുന്ന പല രോഗങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണം നമ്മുടെ ജീവിത ശൈലിയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതിലേക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ വലിയ സ്വാധീനം ചെലുത്തുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അൻ മിഖ്താദ് ബിൻ മഅദിൽ കർബ് റളിയല്ലാഹു അൻഹു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മാ മലഅ ആദമിയ്യുൻ ബിആഅൻ ശർറ മിൻ ബത്നിൻ, ആദമിന്റെ പുത്രൻ മനുഷ്യൻ അവൻ നിറച്ച പാത്രങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ പാത്രം അവനവന്റെ വയറാണ് എന്നത്. എന്നിട്ട് പ്രവാചകൻ പറയാം, ബിഹസ്ബി ബിൻ ആദം ഉക്കുലാത്ത്, ആദമിന്റെ പുത്രന് മനുഷ്യന് ഏതാനും ഉരുളകൾ മതിയാകുമായിരുന്നു, യുഖിംന സുൽബഹു, അവന്റെ മുതുകിനെ നിവർത്തി വയ്ക്കാൻ. ഫഇൻ കാന ലാ മഹാലത്തൻ ഫസുലുസുൻ ലിത്വആമി വസുലുസുൻ ലിശറാബി വസുലുസുൻ ലിനഫ്സി, അതിൽ 1/3 ഭാഗം ഭക്ഷണത്തിനും 1/3 ഭാഗം വെള്ളത്തിനും മറ്റൊരു 1/3 ഭാഗം വെറുതെ ഫ്രീ ആയി ഒഴിച്ചിടാനുമാണ് പ്രവാചകൻ പറയുന്നത്. ആരോഗ്യവുമായി ഏറെ ബന്ധമുള്ള ഒരു രീതിയാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഈ മര്യാദ, ഈ ശീലം ജീവിതത്തിൽ അനുവർത്തിക്കുന്ന എത്ര മുസ്ലിങ്ങളുണ്ട്? നമ്മളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പം അതൊന്നും നമുക്ക് വിഷയം എന്നല്ല. നമ്മളെ കൃത്യമായി നമസ്കരിക്കുകയും നോമ്പുപിടിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക എന്നതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഏറ്റവും വിശാലമായിട്ടുള്ള സ്വഭാവവും ശീലങ്ങളുമായിട്ടുള്ള മേഖലകളൊക്കെ തന്നെയും ഇസ്ലാമിൻ്റെ പുറത്തായി നമ്മൾ നിർത്തിയാൽ നമ്മുടെ ഇസ്ലാമിൻ്റെ കോലെന്തായിരിക്കും? അത് വൈകല്യമുള്ള വികലമായ ഇസ്ലാമായി മാറിപ്പോകും. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പുകവലി ഇനിയും വിരോധിക്കാത്ത അല്ലെങ്കിൽ ഒഴിവാക്കാത്ത ആളുകൾ നമുക്കിടയിലുണ്ട്. അവരുടെ ന്യായം പുകവലി വിരോധിച്ചുകൊണ്ടുള്ള ആയത്തില്ല എന്നാണ്. അപ്പോൾ ഗുഡ്ക വിരോധിച്ചുള്ള ആയത്തുണ്ടാവും, പാൻപരാഗ് വിരോധിച്ചുള്ള ആയത്തുണ്ടാവും, സിന്തറ്റിക് ലഹരി വസ്തുക്കൾ വിരോധിച്ചുകൊണ്ടുള്ള ആയത്തുണ്ടാവോ? കാലം ചെല്ലുന്തോറും പുതിയ പുതിയ ഒരുപാട് വിഷയങ്ങൾ സമൂഹത്തിൽ പെരുകി വരുമ്പോൾ അവയൊക്കെയും പ്രവാചകന്റെ കാലത്ത് 1500 വർഷങ്ങൾക്ക് മുമ്പ് വിരോധിച്ചിട്ടില്ല എന്നതിൻ്റെ പേരിൽ തങ്ങൾക്ക് അനുകൂലമാണെന്ന് വിചാരിക്കുന്നത് എത്ര മടയന്മാരാണ്. ബേസിക്കായിട്ട് അടിസ്ഥാനപരമായി ആത്മനാശം വരുത്തുന്ന എന്തും ഇസ്ലാമിന് അന്യമാണ്, നിഷിദ്ധമാണ്. ഖുർആന്റെ പ്രയോഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വഅൻഫിഖു ഫീ സബീലില്ലാഹ്, പടച്ചവന്റെ മാർഗത്തിൽ നിങ്ങൾ ധനം ചെലവഴിക്കുക. വലാ തുൽഖു ബിഐദീകും ഇലത്തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് ഇടരുത്. വഅഹ്സിനു, നിങ്ങൾ നല്ലത് ചെയ്യുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നല്ലത് ചെയ്യുന്നവർ അല്ലാഹുവിന് ഇഷ്ടമാണ്. വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ചെലവഴിക്കാൻ പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു അറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലിടരുത്. പുകവലിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ അത്തരമൊരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളും പറയുന്നില്ല ഇത് നല്ലതാണ് എന്ന്. അയാൾക്ക് കിട്ടാത്തത് വിരോധിച്ചുകൊണ്ടുള്ള ആയത്തില്ല എന്നത് മാത്രമാണ്. എന്നാലോചിച്ച് നോക്കൂ, വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഭക്ഷണം കഴിച്ച് വരുന്ന വീട്ടിൽ ഭക്ഷണം തന്നവന് പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. അള്ളാഹുവിന്റെ റസൂല് പറയാം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും, അല്ലാഹു ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ ആളുകൾക്ക് നീ ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണമേ. വഗ്ഫിർ ലഹും, അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ. വർഹംഹും, അവരോട് നീ കരുണ കാണിക്കണമേ. ഇതൊരു മര്യാദയാണ്. തിരക്ക് പിടിച്ച കല്യാണ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ആ ഭക്ഷണത്തിൽ മാത്രമാണ് ശ്രദ്ധയുണ്ടാവുക. ഈ പ്രാർത്ഥന പോലും നമ്മൾ മറന്നുപോകുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കുന്ന ഏറ്റവും മുന്തിയൊരു ഭാഗമെന്ന് പറയുന്നത് അവനവൻ്റെ നാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, സംസാരമാണ്. ഖുർആനിലെ 33-ാമത്തെ അധ്യായത്തിലെ 70-71 വചനങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദ, ചൊവ്വായ വാക്ക് നിങ്ങൾ പറയണം. തുടർന്ന് അല്ലാഹു പറയുന്നത് യുസ്ലിഹ് ലക്കും അഅമാലക്കും, എങ്കിൽ
അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി തരുമെന്നുള്ളതാണ്. ഒരാളുടെ നാവ് നന്നായാൽ പ്രവർത്തനം നന്നാകുമെന്ന് പറയുന്ന ഒരു വലിയ ബന്ധത്തെ പറ്റിയാണ് പറയുന്നത്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, പടച്ചവൻ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. വമൻ യുതിഇല്ലാഹ വറസൂല, അങ്ങനെ ആരല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ ഫഖദ് ഫാസ ഫൗസൻ അലീമ, തീർച്ചയായും അവൻ മഹത്തായ വിജയം വരിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനം എവിടെയാണ്? നാവിനെ സൂക്ഷിക്കുക എന്നതാണ്. സദീദ് എന്ന വാക്കിന് മുസ്തഖീമൻ ലാ അഅ്വിജാജ ഇൻഹിറാഫ് ഇബ്നു കസീർ പറയാം, വളവും തിരിവുമില്ലാത്ത വർത്തമാനം, വക്രതയില്ലാത്ത, കോക്രീകരിക്കാത്ത, എൻ്റെ മനസ്സിലൊന്നും ഞാൻ പറയുന്നത് വേറൊന്നും, എന്നിട്ട് ഞാനതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗങ്ങളില്ലാത്ത സ്ട്രൈറ്റ് ആയിട്ടുള്ള സംസാരം നിങ്ങൾ സംസാരിക്കണം. ഇമാം അഹമ്മദ് പറയാണ്, പ്രവാചകൻ കൃത്യമായി പറഞ്ഞു, ലൈസൽ മുഅ്മിൻ, വിശ്വാസിയല്ലവൻ. എന്താണ് പ്രശ്നം? ബിത്വഅൻ, കുത്തിപ്പറയുന്നവൻ, വേദനിപ്പിക്കുന്നവൻ. വേദന കത്തി കൊണ്ടോ ആളുകൊണ്ടോ അല്ല, വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നവൻ. വലൽ ലഅൻ, ശപിക്കുന്നവൻ, ശപിക്കുന്നവൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. വലൽ ഫാഹിഷ്, തോന്നിവാസിയായ മനുഷ്യൻ. വൽ ബദീ, അതേപോലെ തന്നെ അശ്ലീലക്കാരനായ മനുഷ്യൻ. ഇവരൊന്നും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായി പറയാം. പരലോകത്ത് വരുമ്പോൾ പാപ്പരായിപ്പോയ ആളുകൾ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ എൻ്റെ സമുദായത്തിലെ പാപ്പര് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതിൽ ദീനാറും ദിർഹമും ഇല്ലാത്തവനായ ആളുകളാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ പാപ്പര് എന്നാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിലെ മുഫ്ലിസ്, പാപ്പരായവൻ, ഒന്നുമില്ലാതെ തുലഞ്ഞുപോയവൻ, യൗമൽ ഖിയാമത്തി ബിസ്സലാത്തി വസ്സിയാമി വസ്സക്കാത്ത്, നോമ്പും സക്കാത്തും നമസ്കാരവും ഒക്കെയായി പരലോകത്തേക്ക് വരും. വയക്കതി കത് ശത്തമഹാദ, അവ വേറൊരാളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും, തെറി പറഞ്ഞിട്ടുണ്ടാകും. വ കദഫാദ, വേറൊരാളെ പറ്റി അപവാദം പറഞ്ഞിട്ടുണ്ടാവും. വ അക്കല മാലഹാദ, മറ്റൊരാളുടെ അവകാശം അയാൾ തിന്നിട്ടുണ്ടാകും. ഇനിയും വേറൊരാളുടെ രക്തം ചീന്തിയിട്ടുണ്ടാകും, ഒരാൾ അടിച്ചിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെയും ഒരുപാട് ദൂഷ്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിനേക്കാൾ കൂടുതൽ നന്മകളും ആരാധനകളുമായി വരുന്ന മനുഷ്യൻ, ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് അതെല്ലാം അള്ളാഹു വകവച്ചു കൊടുക്കും. ഹസനാത്തി, അവന്റെ എല്ലാ നന്മകളെയും ഈ ആളുകൾക്ക് വകവച്ചു കൊടുക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ അടിയന്തിരമായി ഇടപെടേണ്ടതും നല്ലതായി പരിവർത്തിപ്പിക്കേണ്ടതുമായ എത്രയെത്ര മേഖലകളാണ് നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഒരൊഴുക്കിന് മട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വിളവുകൾക്ക് വേലികൾ തീർക്കുക എന്നത് ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണ് എങ്കിൽ സൽക്കർമ്മങ്ങളെ, അവയുടെ ഫലങ്ങളെ നഷ്ടപ്പെടുത്തുന്ന കളകൾ വളരാതെ സൂക്ഷിക്കുക എന്നത് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. ആ രീതിയിൽ ജീവിച്ചു മരിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന.